ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന പോലെ ദൈവം ഇത്രയും അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ആമേൻ. അതേ പ്രിയമുള്ളവരെ, നമ്മളെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട വേറെ ഒരു ജനതയാണ് ഈ ഭൂമുഖത്തുള്ളത്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിന് മക്കളാകാൻ വിളിക്കപ്പെട്ട നാം ദൈവത്തെ ഒരു സുഹൃത്തിനെപ്പോലെ, ഒരു പിതാവിനെപ്പോലെ സമീപിക്കാനും അവിടുത്തെ മുമ്പിൽ നമ്മുടെ പരിഭവങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും എല്ലാം പങ്കുവയ്ക്കാനും നമുക്ക് കഴിയുന്നു. ആ ദൈവത്തിൽ നിന്ന് നമുക്ക് ആശ്വാസം സ്വീകരിച്ചുകൊണ്ട് ഓരോ ദിവസവും ശക്തിയോടെ അവിടുത്തെ സ്നേഹത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നു. ഇത് വലിയൊരു അനുഗ്രഹം തന്നെയല്ലേ? മറ്റുള്ളവർക്കാർക്കും ലഭിക്കാത്ത, മറ്റൊരു ജനതയ്ക്ക് ലഭിക്കാത്ത ഒരു അനുഗ്രഹം. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ അപേക്ഷകളും അവിടുത്തെ മുമ്പിൽ വയ്ക്കുമ്പോൾ ആ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്നുകൊണ്ട് ഒരു അമ്മയെപ്പോലെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന നല്ല ദൈവം, ആ ദൈവത്തിൻ്റെ വലിയ കരുണയും സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഇന്ന് ദിവസം നമുക്ക് അവിടുത്തെ സ്തുതിക്കാം, അവിടുത്തെ ആരാധിക്കാം.